ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ വാട്ടർ സ്വിമ്മത്തോണിന്റെ 5ാം സീസണ് വേദിയായി പെരിയാർ. കൊച്ചി സ്വിമ്മത്തോൺ അൾട്രാ 2026 ആലുവയിലെ പെരിയാർ നദിയിൽ നടന്നു. ആലുവ മുനിസിപ്പൽ ചെയർപേഴ്സൺ സജി ജോളി സ്വിമ്മത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. 2022 കൊച്ചി സ്വിമ്മത്തോൺ ആരംഭിക്കുന്നത്. DTPC എറണാകുളം, കേരള ടൂറിസം എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. പെരിയാറിന്റെ ഭംഗി കൊണ്ടും ജലത്തിന്റെ ശുദ്ധി കൊണ്ടും വളരെ പെട്ടെന്ന് മത്സരം ദേശീയ തലത്തിലേക്ക് ഉയർന്നു. പുലർച്ചെ 5 മണി മുതൽ ആരംഭിച്ച കായികമേളയിൽ 400 മീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വിവിധ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി 948 പേർ പങ്കെടുത്തു. ഇവരിൽ ഓട്ടിസ്റ്റിക് ആയ 100 കുട്ടികളും ഉൾപ്പെടുന്നു. നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ പുഴയിൽ ആൾക്കാർ കൂടുതൽ നീന്തുക, അതിൽ കൂടി നമ്മുടെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, പുഴയ്ക്കുള്ള ആൾക്കാർ സ്നേഹിക്കുന്നതോടു കൂടി പുഴ കൂടുതൽ ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ നല്ലൊരു ഒളിമ്പ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ് വലിയ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. ഏകദേശം നമ്മൾ അതിൻ്റെ അച്ചീവ്മെന്റിന്റെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 747 പേരായിരുന്നു പാർട്ടിസിപ്പൻസ്. ഈ തവണ അത് കൂടി ഏകദേശം 948 പേരായി. സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, യുവപ്രതിഭകളെ കണ്ടെത്തൽ, ഇക്കോ ടൂറിസം പ്രോത്സാഹനം എന്നിവയാണ് സ്വിമ്മത്തോണിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. The water was nice, it felt good, it was a very, I wouldn't say it was a smooth competition, but quite competitive, and I enjoyed the thrill and the swim very much. I came to Kochi last year, 2024, and I came overall first in 10 kilometers last year. This year I came overall second in boys and girls and first in girls. This is the second time I'm here at Kochi. Last year I did a 1 kilometer. It was amazing. This year was out of the wood. 4 kilometers, amazing. Event was great. Swim was great. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ട്. ദീർഘദൂര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ മുൻ അനുഭവ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ്. ചെറിയ വിഭാഗങ്ങൾക്ക് പോലും പരിശീലനത്തിന്റെ തെളിവുകൾ ആവശ്യമാണ്. പെരിയാർ നദിയിലെ ഒഴുക്ക്, ദൂരം, താപനില വ്യത്യാസങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ കണക്കിലെടുത്താണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.